ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കണം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കിഴങ്ങറിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം സെറ്റാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം അതിന് മുമ്പേ നിങ്ങളുണ്ടല്ലോ ഒരു കാര്യം കാണിച്ചേക്കാം. എൻ്റെ കയ്യെ മാവൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ കാണിക്കുമ്പോഴത്തേക്ക് വ്യത്യാസം വരുമല്ലോ. ഇത് കണ്ടോ, ഇന്നലെ കൈ മൊത്തം കുളമായിട്ടിരുന്നു. ഇന്നിപ്പോൾ കുഴപ്പമില്ല കേട്ടോ, കൈയൊക്കെ സെറ്റായിട്ടുണ്ട്. വേണ്ടേ ഇന്നത്തെ പല അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ആ മാവ് പറ്റിയതാ കേട്ടോ. കൈ കുഴപ്പമൊന്നുമില്ല. വാസ്ലിമൊക്കെ പറ്റി സെറ്റാക്കി. പക്ഷേ ഇനി ഞാൻ എന്നാണ് ഉപയോഗിക്കുന്നില്ല. ഇത് ഉരുളൻകിഴങ്ങ് ചെറിയതിൻ്റെ കറയാട്ടോ. അപ്പം ഞാൻ ചപ്പാത്തിയൊക്കെ എത്രയും നാളും ഞാൻ വീഡിയോയിലെല്ലാം കൂടുതലും കാണിച്ചിട്ടുള്ള മാവ് കുഴയ്ക്കുന്നതും ചൂടുന്നതും ഒക്കെ അല്ലേ. ഇന്ന് നമുക്ക് ചൂടുന്നതൊന്നും കാണണ്ട അല്ലേ. നിങ്ങളൊക്കെ മടുത്തു തുടങ്ങിയില്ല ചപ്പാത്തി ചൂടുന്നതൊക്കെ കണ്ട്. ഇനി ചപ്പാത്തി പരത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാം, എന്നാലും ഓരോരുത്തരും ഓരോ രീതിക്കല്ലേ പരത്തുന്നത്. എനിക്ക് പേപ്പറായിട്ട് പരത്തുന്ന കേട്ടോ എളുപ്പം. ഞാൻ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് ഇച്ചിരി പൊടിയും കൂടെ തേച്ച് വെച്ച് പിന്നെ തന്നെ ഇങ്ങനെ റൗണ്ടി പരത്തിയെടുക്കും. ചിലർ എണ്ണ ചേർത്തെടുക്കും, പക്ഷേ ഇവിടെ എണ്ണ ചേർക്കാതെ ചുട്ടെടുക്കുന്നത്. മാവ് കുഴയ്ക്കുന്നതിനും എണ്ണ ചേർക്കാറില്ല, ചുടുന്നതിനും അങ്ങനെ എണ്ണ ചേർക്കാറില്ല. അതുകൊണ്ട് ഞാൻ പൊടിക്കകത്തെടുക്കണം. അപ്പോൾ ഈ പൊടിക്കകത്തെടുക്കുമ്പം എല്ലാവരും ഓർക്കും പൊടി ഇങ്ങനെ ഇത്രയും ഇട്ടെടുക്കുമ്പം ഇതേ നിറച്ചും പൊടി അരിക്കത്തില്ലേ ചുടാൻ നേരമെന്ന്. അതിനാണ് ഒന്നിച്ച് പരത്തിയെടുത്ത് വെക്കുന്നത്. ഇതിപ്പോൾ ഇനി പേപ്പറിൻ്റെ സൈഡിലോട്ട് ഇട്ടേക്കുന്നത്. ഞാൻ ഇനി ഇതൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കും. ഇതിങ്ങനെ പാത്രത്തിലോട്ട് ഇവിടുന്ന് മാറ്റി വെക്കാം. ഇതിങ്ങനെ അടുക്കി പാത്രത്തിലോട്ട് ഒന്നിന് പുറത്തായിട്ട് ഒന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അവസാനം ഞാനിനി പറയാവേ. അത് കഴിയുമ്പോഴത്തേക്ക് ആ പൊടി അങ്ങനെ വരാതെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നേരത്തേക്ക് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി പൊടിയിടും. ഇങ്ങനെ വെക്കും, പൊടിയിടും, ഇട്ടേച്ച് ഇങ്ങനെ റൗണ്ടി പരത്തിയെടുക്കുമ്പോഴല്ലോ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ പൊടി ഇങ്ങനെ തട്ടിക്കളഞ്ഞു. എന്നാലും കുറച്ച് പൊടി കാണും കേട്ടോ, അത് കുഴപ്പമില്ല. ബാക്കിയും കൂടെ ഇങ്ങനെ പരത്തിയെടുക്കട്ടെ. നമ്മുടെ ചപ്പാത്തി എല്ലാം പരത്തി കഴിഞ്ഞു. എന്നിട്ട് ചപ്പാത്തി ഉണ്ടല്ലോ ഇങ്ങനെ തിരിച്ചെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം പരത്തി തൊട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഉണ്ടല്ലോ ഇത് കണ്ടോ പൊടിയില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചിട്ടപ്പം കയ്യെ പറ്റിയ പൊടിയാണ്. കൈ തൂത്തേച്ച് ഇത് കണ്ടോ പൊടി വരുന്നില്ല, അന്നേരം കരിഞ്ഞു പിടിക്കത്തില്ല. ഇനി നമുക്ക് കിഴങ്ങ് കറി വെക്കാവേ. നമ്മുടെ സാധാരണ കിഴങ്ങ് കറി തന്നെയാണ് എപ്പോഴും നമ്മൾ വെക്കുന്നത്. കിഴങ്ങും സവോളയും പച്ചമുളകും ഉപ്പും കൂടെ വേവിച്ചേച്ച് കടുകിട്ടേച്ച് അതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുവായിരുന്നേ. ഉള്ളി, പിന്നെ നമ്മുടെ ഉണക്കമുളക് 2 എണ്ണം, കറിവേപ്പില, കറിവേപ്പില, കടുക് വറക്കുന്നത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പിലൊക്കെ ചാടിപ്പോന്നു. മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഒരുപാട് ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളക് ഇച്ചിരി എരിവുള്ളതാണ്. വെജിറ്റബിൾ മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി,
ഇത്തിരി എരിവ. ഇവിടെ കണ്ണസാറിന് എരിവ് ഒരുപാട് ഇഷ്ടമല്ല. കണ്ണേട്ടൻ എരിവാകുമ്പോൾ പറയൂ കൊള്ളത്തിലേ പറയും. അത് കരിയാതിരിക്കാൻ വേണ്ടി അതിലേക്ക് ഇച്ചിരി ഈ കിഴങ്ങൊക്കെ വെന്ത വെള്ളം ഒഴിച്ചാട്ടോ. എന്നിട്ട് ഈ കിഴങ്ങ് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നതിന്. രാവിലെ മുളക് മുക്കിച്ചെടുപ്പം തുമ്മുന്നു. ഇതിലേക്കിനി കിഴങ്ങൊക്കെ ഉടച്ചതും കൂടെ ചേർത്ത് ഒക്കെ ഉണ്ടോ നോക്കട്ടെ. ഇപ്പൊക്കെ ഉണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു ഇച്ചിരി ഒന്ന് കുറുകട്ടെ. ഒത്തിരിയും കുറുകത്തില്ല, ഇച്ചിരി ഒട്ടും തിളക്കട്ടെ. നമുക്ക് അതിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഞാനിങ്ങനെ കേട്ടോ ചുടുന്നത്. ചിലർക്കത് ഇതെല്ലാം എളുപ്പം തോന്നുമായിരിക്കും, പക്ഷെ എനിക്കിതാട്ടോ എളുപ്പം. ഞാനിപ്പോൾ ഇത് കുറേ നാളെക്കൂടി ഇങ്ങനെയൊക്കെ ചുടുന്നുണ്ട്. എനിക്കിത് എളുപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലേ ഒരെണ്ണം വേകുന്നിടം വരെ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. തിരിച്ചും മറിച്ച് കിട്ടും. ഇതേണ്ട ശകലം പോലും പൊടി അതേലില്ലേ. ഇത് കണ്ടോ, ഇതേലും ഉണ്ടോ എന്ന് നോക്ക്. ഇതേണ്ട സംഭവം. ചപ്പാത്തി ചുടാനായിട്ട് ഉണ്ട്, അത് പൊള്ളിച്ചെടുക്കാനായിട്ട് ഹെൽപ്പിന് ആളുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ അത് പൊള്ളി വരുന്ന? എന്നാ ചൂടാ രാവിലെ. ഒരാളും കൂടെ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി ഇടുമ്പോൾ ഹെൽപ്പിനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതേലും കൂടെ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കുമ്പോണ്ടല്ലോ സമയം ഇത് കരിഞ്ഞു പോകും. അതൊട്ട് ശരിയായി കിട്ടത്തുമില്ല. കുഴപ്പമില്ലല്ലോ, തിരിച്ചിട്ടു. പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? ഇത് നല്ല പോലെ ഇച്ചിരി ഒന്ന് മൂപ്പിത്തുണ്ട്. എന്നാലും അത് പൊള്ളി വരത്തുള്ളൂ നല്ല പോലെ. ഇല്ലെങ്കിൽ അത് അത്രയും അങ്ങോട്ട് പൊള്ളത്തില്ല. നമ്മൾ ചെറിയൊരു വാട്ടലോട് കൂടി മാത്രം എടുത്ത് വെച്ചാൽ പൊള്ളി കിട്ടുകയില്ല. ഇച്ചിരി നല്ലതായിട്ട് നീ ഒന്ന് എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ലപോലെ പൊള്ളി കിട്ടും.
ഞങ്ങളിത് ചുട്ടെടുക്കട്ടെ. വെള്ളമൊക്കെ എടുത്തോ? പോണ്ട മോൻ ഇവിടെ കയറി പെരക്കാതിരിക്കും. പോവുകയല്ലായിരുന്നല്ലേ? ചെരുപ്പിടുന്ന രീതിയുണ്ട്. പെട്ടെന്ന് ഇനി ചെരുപ്പ് വല്ല ഇവിടെ നിരത്താനുണ്ടോ? ആ സ്റ്റാൻഡ് നോക്കി ഒറ്റ ചെരുപ്പില്ല. കണ്ണ് കാണത്തില്ല. അച്ചു പോയി. ഇനി കണ്ണന് ഉച്ചയ്ക്കാണ് എക്സാം. അപ്പോൾ ഇനിയിപ്പോൾ എന്നെ അരിയൊക്കെ ഇടാനായിട്ട് തുടങ്ങുവാണ്. അരിയൊക്കെ ഇട്ടേച്ച് കറിയൊക്കെ വെച്ചിട്ട് എനിക്കും ഒന്ന് പോകണം. ഞാൻ മല്ല കഴിഞ്ഞ ദിവസം ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മല്ല. അപ്പോൾ ഇന്നാണ് ഇനി ചെല്ലേണ്ട ദിവസം. ഇന്നും പോകണം. ഇനി ഡോക്ടർക്ക് കുറേ ദിവസത്തേക്ക് ശബരിമല ഡ്യൂട്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് പോയി ഒന്ന് കണ്ടു വെച്ച് ഇനി പോന്നേക്കാന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒന്ന് പോയി കാണുന്നത് മാത്രമേ ഉള്ളൂ. മരുന്നൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഇതായിട്ട് തന്നിട്ടില്ല. അപ്പം ഇന്നൊന്ന് പോയി കണ്ടുവെച്ചെങ്കിൽ പോരാ. ഇപ്പോൾ പോയിട്ട് എനിക്കൊന്ന് 1-2 ആവുന്നു ഡോക്ടറെ കണ്ടിട്ട്. ഒന്ന് കണ്ടുവെച്ച് വരാമെന്ന് വിചാരിച്ചു. ഒരുത്തൻ ഇവിടെ കിടപ്പുണ്ട്, പരീക്ഷയായിരുന്നു. ഇതുപോലൊരു തല്ലിപ്പൊളി ചെറുക്കനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ലെന്നേ. ഭയങ്കര തല്ലിപ്പൊളിത്തരമാണ് ഇതിൻ്റെ കയ്യിൽ. ഇപ്പം കാണിച്ചു തരാം. അവനെന്നെ നോക്കുന്നു കേട്ടോ. അവനെന്നെ ഭയങ്കര ഗൗരവമായിട്ട് നോക്കുന്നു. നോക്കോടാ ചക്കര, നീ എന്നെ ഗൗരവമായിട്ട്. അമ്മയുടെ പൊന്നല്ലേ, പോയോ? അങ്ങനെയാണ് കണ്ടാ. ഇതിലാണ് കൊച്ചിൻ്റെ പരിപാടി. നമുക്ക് ബിഗ് ബോസ് ഒന്ന് കണ്ടാലോടാ. ഞാൻ വരും, ഇവിടുന്ന് കറിക്ക് അരിയാനിട്ട് വരുമോ? പറ്റത്തില്ല, ഇല്ല, ഇപ്പം കാണണം. ഇത് കണ്ടോ, പരീക്ഷയാണ്. റിമോട്ടും പിടിച്ച് ഇത് കണ്ടോ, ഒരു കുട്ടി നിക്കറും ഇട്ട് നടക്കുവനെ. വേറെക്കാ ഞാൻ വരുന്നു, നീ ഒന്ന് ഓണം. ഞാൻ റെഡി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് വരട്ടെ. ഞാൻ ചേട്ടനോടെ പോകുന്നു. ഈ കണ്ണനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണേ. പക്ഷേ ഉണ്ടല്ലോ, അവനെ കൊണ്ടുപോകുന്നില്ല. വരത്തില്ലെന്നല്ല, കൊണ്ടുപോകുന്നില്ല. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടൊക്കെ ഡാ, ഞങ്ങൾ വരാൻ താമസം നീ കഴിച്ചേച്ച് പോക്കണം കേട്ടോ. താക്കോല് എവിടെ വെക്കുന്നതെന്ന് കൂടെ പറയണം. അപ്പം ഞങ്ങൾ പോയിട്ട് വരാമേ. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കുണ്ടല്ലോ നല്ലൊരു ഉത്സവക്കാഴ്ച കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അതിൻ്റെ വീഡിയോസും കൂടെ കുറച്ചൊന്നും എടുത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഇനി നേരെ പോരുവാണ്. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇനി വീഡിയോയിലുള്ളത്. ചക്കക്കുരും മുരിങ്ങയ്ക്കായും കൂടെ തോരൻ വെക്കാനായിട്ടാണ്. ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ വെന്തു. അപ്പം ഞങ്ങൾ പോയിട്ടൊക്കെ വന്നു. ഇനി പെട്ടെന്ന് കറികൾ എണ്ണയിലൊക്കെ ഞാൻ കുക്കറിൽ അരി ഇട്ടേച്ചായിരുന്നു പോയത്. വന്നു കഴിഞ്ഞാണ് ഊറ്റിയത്. കണ്ണൻ പോയി സ്കൂളിൽ. ഇനി കണ്ണനെ വിട്ടേച്ച് തിരിച്ചു വരുമ്പം അച്ചുവിനെയും വിളിച്ചുകൊണ്ട് വരും. അപ്പം നമ്മുടെ മുരിങ്ങയ്ക്കായും ചക്കക്കുരും കൂടെ ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് 2 ഉണക്കമുളക് കൂടെ ഇടണമായിരുന്നു, മറന്നുപോയി. തേങ്ങയും സവോളയും പച്ചമുളകും, തേങ്ങ ചതച്ചതാണ്. ചുവന്നുള്ളിയും ജീരകവും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞളും കൂടി ഇട്ട് ചതച്ചതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തേച്ച് മുരിങ്ങയ്ക്ക ചീകി വെച്ചേക്കുവായിരുന്നേ. ചിലരിങ്ങനെ ചെത്തിയാണ് എടുക്കുന്നത്. ഞാൻ അങ്ങനെയല്ല കേട്ടോ. മുരിങ്ങയ്ക്കയുടെ തണ്ട് നീളത്തിൽ നടുക്കൂടെ മുറിച്ചേച്ച് സ്പൂണ് കൊണ്ട് അതിനകത്തുനിന്ന് വടിച്ച് കുറേശ്ശെ ചെറുതായി നമ്മൾ അരിയുന്ന പോലെ സ്പൂൺ കൊണ്ട് വടിച്ചാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ ഇതാക്കി ആണ് എടുക്കുന്നത്. അപ്പം ചക്കക്കുരു വേവിച്ച് വെച്ചേക്കുവാണേ. ഇനി ഇതൊന്ന് ഒത്തിരി ഒന്നും വേണ്ട, ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ആവി അടിച്ചാൽ മതി ഇതൊക്കെ വെന്ത് കിട്ടാനായിട്ട്. ആവിക്ക് വെന്ത് കിട്ടിയാൽ മതി. നമ്മുടെ മുരിങ്ങയ്ക്ക ഞാൻ പറഞ്ഞില്ല ഒത്തിരി നേരം വേണ്ടല്ലോ. മുരിങ്ങയ്ക്ക വേണ്ട, പെട്ടെന്ന് വേണം. പിന്നെ ഇതൊരു എളുപ്പം മുരിങ്ങയ്ക്കയും കൂടെ ആയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടുമേ.
ഇനി അതിലേക്ക് ഞാൻ ഈ ചക്കക്കുരു ഉപ്പിട്ട് വേവിച്ച് വെച്ചാണ്, അതും കൂടെ ചേർക്കും. ഒരു ഇച്ചിരി മാറ്റി വെച്ചേക്കാം. അച്ചുവിന് ഇങ്ങനെ ഈ മുരിങ്ങയ്ക്ക ഇടുന്നൊന്നും ഇഷ്ടമല്ല, ചുമ്മാ ചക്കക്കുരു അവൾക്ക് ഇഷ്ടം. അവൾക്ക് വേണ്ടി ഒരു ശകലം മാറ്റി വെച്ചേക്കാം. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് ആവി കൊള്ളുമ്പോഴത്തേക്ക് സെറ്റാകും. ചക്കക്കുരു മുരിങ്ങയ്ക്കായും കൂടെ തോരൻ. ചിലർ അരിഞ്ഞരിഞ്ഞിടും തൊണ്ടോട് കൂടിയേ, പക്ഷെ അതിനേക്കാൾ നല്ലത് ഇങ്ങനെയാണ് കേട്ടോ. അതാകുമ്പോഴത്തേക്ക് ഒരുമാതിരി തൊണ്ട് ഇങ്ങനെ ഇടുന്ന കടിക്കും. ഇതാകുമ്പോൾ തൊണ്ട് കടിക്കത്തില്ല, നല്ല ഇതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയായി. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെന്നേ. ഇന്ന് മീൻ വറുത്തുണ്ട്, ഇനി രണ്ടൊന്ന് പപ്പടം കൂടെ കാച്ചണം. പിന്നെ ഇതും ഒരു കുഞ്ഞ് ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുള്ളൂ. അതെവിടുന്ന പൈസ? മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും കൂടെ തോരൻ വെച്ചത്, പിന്നെ ചമ്മന്തി, പപ്പടം കാച്ചിയത്, മീൻ വറുത്തത്. നീ ചോറെടുക്ക്. അപ്പം നമ്മുടെ കോഴിക്കട്ടയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചും കൂടെ ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ 4 മണിക്കത്തേക്കുള്ള 4 മണിക്കടി റെഡിയാകും. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതിലൊരു ഷോർട്ട് വീഡിയോ ഇട്ടത് വിജി ചോദിച്ചായിരുന്നു ചേട്ടനെയാണ് ഉദ്ദേശിച്ചത്. ചേട്ടന് തൊട്ടടുത്ത് ഇരിപ്പുണ്ടെന്നേ. ആ മനുഷ്യൻ ഇതിനകത്തൊന്നും വരത്തൊന്നുമില്ല. ഞാൻ വിളിച്ചാൽ പറയും നീ വേറെ എന്നാ വേണേലും എന്നോട് പറഞ്ഞു, ഇത് മാത്രം പറയല്ലേ എന്ന് പറയും. അതുകൊണ്ട് ബാസറിന് അതിനൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനും കണ്ണനും വെച്ചോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് പോകുന്നു. വീഡിയോയിലൊക്കെ വരും, പക്ഷെ ഇങ്ങനെയുള്ള ഷോർട്ട് ഒക്കെ അങ്ങനെ പാട്ടൊക്കെ അങ്ങനെയുള്ളതിനൊന്നും എടുക്കാൻ ഭയങ്കര ചമ്മലാണ്. പിന്നെ ഞാൻ ലിക്വിഡിന്റെ കാര്യം ഇന്നലെ കുറെ പ്രാവശ്യം പറഞ്ഞായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടായിരുന്നു. ഒത്തിരി പേര് അത് ഉണ്ടാക്കാനായിട്ട് ഇരിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അതിൽ നിന്നൊക്കെ പിന്മാറി. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞതാട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ അബദ്ധം മറ്റൊരാൾക്ക് പറ്റാതെ, എൻ്റെ വീഡിയോയിലൂടെ ഉള്ളതെല്ലാം ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ചെയ്ത് ശരിയായാൽ നല്ലതെന്ന് പറയും, തെറ്റാണെങ്കിൽ അത് തെറ്റാൻ തന്നെ പറയും. അല്ലാതെ വീഡിയോ ഭയങ്കര ഇതാകാൻ വേണ്ടി നമ്മളത് വീണ്ടും വീണ്ടും ഇല്ലാത്ത കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തില്ല. നമുക്കുള്ള വ്യൂ മതി, പക്ഷേ എനിക്ക് അത് സത്യസന്ധമായിട്ടുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.